നാവികസേനയുടെ കരുത്ത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് ഭാരതം. വിശാഖപട്ടണത്ത് അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിവാദ്യം സ്വീകരിച്ചു. മിലാൻ 2026 എന്ന പേരിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസ പ്രകടനങ്ങൾക്ക് ബംഗാൾ ഉൾക്കടൽ വേദിയാവുകയാണ്. 72 രാജ്യങ്ങളിലെ നാവികസേനകൾ പങ്കെടുക്കുന്ന ബൃഹത്തായ ചടങ്ങ്, 60-ലധികം യുദ്ധക്കപ്പലുകൾ. ഇന്ത്യൻ നാവികസേന കരുത്ത് കാട്ടിയ ചടങ്ങ് നേരിട്ട് കണ്ട് രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപ നാവികസേനയുടെ അഭിവാദ്യം ഏറ്റുവാങ്ങി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച INS സുമേധ എന്ന കപ്പലിൽ ആഴക്കടലിലെത്തിയാണ് രാഷ്ട്രപതി കപ്പലുകളെയും അന്തർവാഹിനികളെയും പരിശോധിച്ചത്. ആന്ധ്രാപ്രദേശ് ഗവർണറും മുഖ്യമന്ത്രിയും രാഷ്ട്രപതിയെ അനുഗമിച്ചു. സമുദ്രശക്തി പ്രദർശിപ്പിക്കുക, അന്തർദേശീയ സഹകരണം വളർത്തുക, ബ്ലൂ വാട്ടർ ഓപ്പറേഷനുകൾ തുടങ്ങിയവ ലക്ഷ്യം വെച്ച് മിലാൻ 2026 എന്ന പേരിൽ വിശാഖപട്ടണത്ത് കരയിലും കടലിലുമായി നാവികസേന കപ്പലുകളുടെയും വിമാനങ്ങളുടെയും പ്രകടനങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കും. അമേരിക്ക, റഷ്യ എന്നിവരുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകൾക്ക് പുറമെ ഇന്ത്യയുടെ അഭിമാനമായ INS വിക്രാന്ത് ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും ഈ കൂട്ടായ്മയിൽ തങ്ങളുടെ സൈനിക വീര്യം പ്രദർശിപ്പിക്കും. 25-നാണ് സംയുക്ത സൈനിക അഭ്യാസം അവസാനിക്കുക. ജനം, ഡൽഹി.